ജേക്ക് സി തോമസ് ഇപ്പോൾ പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ജേക്ക്, ഇപ്പോൾ കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്ന ക്രൂരമായ റാഗിങ്ങിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയാണ്. സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ആ ദൃശ്യങ്ങൾ. ഈ കോളേജിൽ മുൻപും സമാനമായ രീതിയിൽ നടന്നിട്ടുണ്ട് റാഗിംഗ് എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ 3 മാസമായി കുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു. ഇതിൽ കോളേജ് അധികൃതർക്കും കൃത്യമായി പങ്കുണ്ട് എന്ന് വേണ്ടേ കരുതാൻ. എന്താണ് ഇക്കാര്യത്തിൽ പ്രതികരണം? തീർച്ചയായിട്ടും അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഞാൻ ദൃശ്യങ്ങൾ കാണാനുള്ള അവസരം ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്നും ഇന്നലെയുമായി ഇതിനെ സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകളെല്ലാം അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് കലാലയ ജനാധിപത്യത്തിനൊക്കെ താരതമ്യേന കേൾവി കേട്ട ഒരു പുകൾപ്പെട്ട അനുഭവമുള്ള കേരളത്തിന്റെ ഒരു ക്യാമ്പസിൽ ഇത്തരത്തിലുള്ള അപരിഷ്കൃതമായ നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ അത്യന്തം ഞെട്ടിപ്പിക്കുന്നതാണ്. മാത്രവുമല്ല, സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ആണ് താരതമ്യേന ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ ഇത്തരം നടപടികൾ കുറവുണ്ടാകുന്നത് ഇത്തരം കേന്ദ്രങ്ങളിലാണ്. പക്ഷേ അങ്ങയുടെ ഒരു വാചകത്തിൽ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 12 പുറകിലാണ്. ഞങ്ങളൊക്കെ സ്കൂൾ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലയളവിലാണ് മുമ്പ് ഈ കോളേജിൽ നിന്ന് ഇതിന് സമാനമായ ക്രൂരമായ ഇത്തരം ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മളെ എല്ലാവരെയും ഒരേപോലെ വിമർശനപരമായി പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതുമാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇതിൽ അധികാരികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഒരു മൗനാനുവാദം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ദയാരഹിതമായ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. ഇവർ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് എന്നൊരു കാര്യം കൂടിയുണ്ടല്ലോ ജേക്ക്. അപ്പോൾ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഈ തരത്തിൽ ക്രൂരത നടത്തിയിട്ട് ഇവർ പഠിച്ച് പുറത്തേക്കിറങ്ങിയാൽ പിന്നെ എന്താണ് സ്ഥിതി എന്നൊരു ആശങ്ക കൂടി വേണ്ടതല്ലേ? ഉറപ്പായിട്ടും ഞാനതാണ് പറഞ്ഞത്. ഞെട്ടിപ്പിക്കുന്നു എന്നുള്ളത് ഞാൻ ആലങ്കാരികമായി പറഞ്ഞതല്ല. ഇവർ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്, ഒപ്പം നമ്മുടെ സർക്കാർ കോളേജിലെ വിദ്യാർത്ഥികളാണ്. അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സാമുദായിക നേതാവിന്റെ ശുപാർശയുടെ ബലത്തിലല്ല, മറിച്ച് ആർജിച്ചെടുത്ത പ്രതിഭയുടെ കരുത്തിൽ തന്നെ പ്രവേശനം സിദ്ധിച്ചു വന്നവരാണ്. ഒരുപക്ഷെ സമൂഹത്തിൽ ഏറ്റവും മികവാർന്ന പ്രതിഭ ഡെലിവറി ചെയ്യും എന്ന് നമ്മൾ കരുതുന്ന കുട്ടികളാണ്. അവരുടെ ഭാഗത്തു നിന്നാണ് നിർഭാഗ്യവശാൽ ഇത്തരമൊരു സമീപനം. അതായത് സ്വന്തം അനിയനെ പോലെ കൂടെ ചേർത്ത് നിർത്തേണ്ട ഒരു വിദ്യാർത്ഥിയെ എത്ര ക്രൂരമായി മദ്യത്തിന് പണം ചോദിച്ചും അങ്ങേയറ്റം ക്രൂരമായി കൊലപാതക സമാനമായ നിലയിൽ ആക്രമിച്ചും പരിക്കേൽപ്പിക്കാനൊക്കെയുള്ള ഒരു മനോനില ഇവർക്കുണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ ആകെ ഞെട്ടിപ്പിക്കുന്നതും നമ്മളെ എല്ലാവർക്കും ആത്മപരിശോധന, സ്വയം വിമർശനം നടത്താനുള്ള ഒരു സംഭവവികാസം കൂടെയാണ്. വളരെ നന്ദി ജെ കെ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.